സംഭവബഹുലമായ ചരിത്രം പറയുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും നിർണായകമായ പുരാതന സിവിലൈസേഷൻ കൂടിയാണല്ലോ ഇറാൻ എന്നത്. സമ്പന്നമായ ചരിത്രവും ദേശീയതയും സംസ്കാരവും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യം. ഇറാനിലുണ്ടായ എണ്ണ സമ്പത്ത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തികവും അന്താരാഷ്ട്ര രാഷ്ട്രീയവും ഒക്കെ നിർണയിക്കുന്ന ഘടകവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടനവധി പ്രക്ഷോഭങ്ങളും അടിച്ചമർത്തലുകളും യുദ്ധങ്ങളുമൊക്കെ ഈ മേഖലയിൽ നടന്നിട്ടുമുണ്ട്. അതിൽ രാജ്യഘടന തന്നെ മാറിമറിഞ്ഞ 1979 ഇറാനിയൻ വിപ്ലവമാണ് ഏറ്റവും നിർണായകം. അതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. 1900 കാലഘട്ടത്തിനിപ്പുറമാണ് പൊതുവിൽ ഇറാനിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇറാനിൽ നിർണായക സ്വാധീനമാകാൻ റഷ്യയും ബ്രിട്ടനും ശ്രമിക്കുക കൂടി ചെയ്തു. ഏതായാലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകക്രമം തന്നെ ആകെ മാറി. ഇറാനിൽ എണ്ണ വിപ്ലവത്തിൻ്റെ തുടക്കകാലം കൂടിയായിരുന്നു ഇത്. എണ്ണ സമ്പദ് വ്യവസ്ഥ നിർണായകമാകുന്നത് കൊണ്ട് തന്നെ 1950കളിൽ ഇറാനിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി കടന്നു വരികയുണ്ടായി. അന്നത്തെ ജനകീയനായ പ്രധാനമന്ത്രി മുഹമ്മദ് മുസദ്ദിഖ് എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചത് പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടനും അമേരിക്കയ്ക്കുമൊക്കെ വെല്ലുവിളിയായി. അതിൻ്റെയൊക്കെ തുടർച്ച എന്നോണം 1953 അവിടെ അട്ടിമറി സൃഷ്ടിക്കപ്പെടുകയും മുസദ്ദിഖ് സർക്കാരിനെ ഇല്ലാതാക്കുകയും കൂടുതൽ അധികാരം ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതോടെ അമേരിക്കയുടെ പിന്തുണ ഇറാന് കൂടുതലായി ലഭിക്കാൻ ആരംഭിക്കുകയും രാജഭരണം കൂടുതൽ ഏകാധിപത്യ സ്വഭാവം കൈക്കൊള്ളുകയും ചെയ്തു. ലോകത്ത് കോൾഡ് വാർ നടക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ ഒപ്പം ചേർക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ സഹായങ്ങളും സാങ്കേതിക വിദ്യകളും ആയുധങ്ങളുമൊക്കെ ഇറാന് ലഭിച്ചു തുടങ്ങി. ഷാ പഹ്ലവി പാശ്ചാത്യ മേഖലകളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഇറാനിയൻ മേഖലകളെ പാശ്ചാത്യ രീതികളുമായി കൂട്ടിയിണക്കുന്ന നടപടികളൊക്കെ എടുക്കുകയും ചെയ്തു. പാശ്ചാത്യ രീതികൾ പിന്തുടരുന്നതിനെ മിഡിൽ ഈസ്റ്റിലെ പല അറബ് രാജ്യങ്ങൾ തന്നെ ഇറാനെ എതിർക്കുന്ന കാഴ്ചകളുമൊക്കെ ഈ സമയമുണ്ടായി. 1963 ഷാ ഇറാനിൽ വൈറ്റ് റവല്യൂഷന് തുടക്കം കുറിക്കുകയുണ്ടായി. 1979 വരെയും തുടർന്ന പരിഷ്കാരങ്ങൾ കൂടിയായിരുന്നു ഇത്. ഭൂപരിഷ്കരണ നിയമങ്ങൾ, സ്ത്രീകൾക്ക് വോട്ടവകാശം, വ്യാവസായിക മേഖലകളൊക്കെ വിൽക്കുക, വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ച, തൊഴിലാളി അടിസ്ഥാന നിയമങ്ങൾ, ആധുനികവൽക്കരണം തുടങ്ങി പലതായിരുന്നു നടപടികൾ. ഇറാനിലെ യാഥാസ്ഥിതിക മേഖലകൾ ഇതിനെ പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന നടപടികൾ എന്ന നിലയിൽ എതിർക്കുകയും ചെയ്തു. തുടക്കകാലത്ത് മികച്ച നവീകരണങ്ങളായതുകൊണ്ട് തന്നെ ഇറാൻ്റെ പ്രധാന മേഖലകളിലെല്ലാം യാഥാസ്ഥിതിക മേഖലകൾ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. എണ്ണ വിപണനത്തിലൂടെയുള്ള വരുമാനം ഉപയോഗിച്ച് പല നയങ്ങളും സർക്കാർ ഫണ്ടിംഗ് നടത്തുകയും ചെയ്തു. 1973 കാലത്തെ യോം കിപ്പൂർ യുദ്ധസമയത്ത് എണ്ണ വിൽക്കാതിരുന്ന അറബ് രാജ്യങ്ങൾക്കൊപ്പം ഇറാൻ നിൽക്കാത്തത് കൊണ്ട് തന്നെ ആ കാലത്ത് ഇറാൻ്റെ എണ്ണ വിൽപ്പന പല മടങ്ങായി ഉയരുകയും വലിയ തോതിലുള്ള വരുമാനം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. വൈറ്റ് റവല്യൂഷൻ ആരംഭിച്ചതിന് ശേഷം 1975 സാക്ഷരതാ നിരക്ക് 32% ഉയരുകയും ചെയ്തു. അത് നിലവിലുണ്ടായിരുന്ന നിരക്കിൻ്റെ ഏതാണ്ട് ഇരട്ടിയായിരുന്നു എന്നാണ് കണക്ക്. അതോടെ വ്യവസായ മേഖലയിലും മറ്റുമൊക്കെ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ജനതയും ഇറാനിൽ സൃഷ്ടിക്കപ്പെടാൻ ആരംഭിച്ചു. സാധാരണ ജനതയ്ക്ക് ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കാനും സാധിച്ചു. സ്ത്രീകൾ വോട്ടവകാശം ഉപയോഗപ്പെടുത്തിയപ്പോൾ കൂടുതൽ മതേതരമായ നിയമങ്ങൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ കൂടി ഈ മേഖലയിൽ വന്നു തുടങ്ങി. എണ്ണ വിൽപ്പനയിലെ വലിയ വരുമാനം തന്നെയായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നും പറയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇറാൻ അപ്പോഴും ഒരു ജനാധിപത്യ രാജ്യമായിരുന്നില്ല. രാജാവിൽ അധിഷ്ഠിതമായ ഭരണം തന്നെയായിരുന്നല്ലോ ഇറാനിലുള്ളത്. കേന്ദ്രീകൃത അധികാരസ്ഥാനമായി ഷാ നിലനിൽക്കുകയും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർ മാത്രം താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്തു. ജനങ്ങളെ തൻ്റെ പാർട്ടിയിൽ മാത്രം ചേരാൻ നിർബന്ധിച്ചിരുന്ന ഷാ തന്നെ എതിർത്തിരുന്നവരെ ഇറാൻ്റെ രഹസ്യ പോലീസായിരുന്ന സവാക്ക് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുകയും ചെയ്തു. രഹസ്യമായി നിലകൊണ്ടിരുന്ന പാർട്ടികളും മറ്റുമൊക്കെ വലിയ തോതിൽ അടിച്ചമർത്തൽ നേരിട്ടുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായും നഗരമേഖലകളിൽ ഭരണകൂടത്തെ പിന്തുണച്ചിരുന്ന സമ്പന്നരൊക്കെ മികച്ച ജീവിത നിലവാരവും മറ്റുമൊക്കെ ലഭ്യമായപ്പോൾ അതില്ലാത്തവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന അടിച്ചമർത്തലുകളും മറ്റും നേരിടേണ്ടി വന്നു. പെട്ടെന്നുണ്ടായ പരിഷ്കരണങ്ങളിൽ രാജ്യം വികസിച്ചു എന്ന് പറയാമെങ്കിലും അത് വലിയ അഴിമതിക്കും പണപ്പെരുപ്പത്തിനും വരുമാനത്തിലെ അസമത്വത്തിനുമൊക്കെ സാമൂഹികമായ വിഭജനത്തിനും കൂടി വഴി തുറന്നിട്ടു.
പരിഷ്കരണങ്ങളിൽ നഗരമേഖലകൾ കേന്ദ്രീകരിച്ചപ്പോൾ ഉൾനാടുകളിൽ നിന്ന് പോലും ജനത മികച്ച വരുമാനം തേടിക്കൊണ്ട് നഗരമേഖലകളിലേക്ക് കടന്നു വരികയുണ്ടായി. പക്ഷേ ഇത്തരത്തിൽ വന്നവർക്കൊക്കെ വൈറ്റ് റവല്യൂഷൻ്റെ ഗുണങ്ങൾ കിട്ടിയോ എന്നതും സംശയമാണ്. സമ്പന്നരായ സമൂഹം കൂടുതൽ സമ്പന്നരായപ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ കഷ്ടതകൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ ആ രാജ്യത്തുണ്ടായി. വ്യവസായ മേഖലയിലെയും എണ്ണ വിപണനത്തിലെയും ലാഭമൊക്കെ സാധാരണമായ ജനവിഭാഗങ്ങളിലേക്ക് തീരെ അങ്ങ് എത്തിയതുമില്ല. അപ്രകാരം രാജ്യം ഉള്ളവനും ഇല്ലാത്തവനും എന്ന പോലെ സാമൂഹികമായി വിഭജിക്കപ്പെടാൻ ആരംഭിച്ചു. യുദ്ധത്തിനൊക്കെ ശേഷം ലോകത്ത് എണ്ണവില ഇടിഞ്ഞപ്പോൾ അത് ഇറാൻ്റെ വരുമാനത്തെയും കാര്യമായി ബാധിക്കുകയുണ്ടായി. തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും അഴിമതിയുമൊക്കെ 1975 രൂക്ഷമായി തുടങ്ങി. അത്തരത്തിലൊരു വ്യാപകമായ പ്രതിഷേധമായ സ്വരം ഇറാനിൽ രൂപപ്പെട്ടു തുടങ്ങുകയാണ്. ഷായുടെ ഭരണത്തിനെതിരെ ജനങ്ങൾ സംഘടിച്ചു തുടങ്ങി. പ്രതിപക്ഷത്തുണ്ടായിരുന്ന പല പാർട്ടികളിലേക്കും നിയമവിരുദ്ധമെങ്കിലും ജനങ്ങൾ കൂടുതലായി അംഗങ്ങളായി തുടങ്ങി. നേതാക്കളും ബുദ്ധിജീവികളും ഉൾപ്പെടെ സർക്കാർ മേഖലകളെ എതിർത്തിരുന്നവരെ കാര്യമായി തന്നെ സർക്കാർ അടിച്ചമർത്തിയിരുന്നു എന്ന കാര്യം പറയുകയുണ്ടായല്ലോ. ഈ ഒരു മേഖലയിൽ അത്ര വലിയ അടിച്ചമർത്തൽ നേരിടേണ്ടി വരാത്തവരായിരുന്നു മതപണ്ഡിതർ എന്നത്. അവർക്ക് സ്വാഭാവിക ജനങ്ങളിലെ സ്വാധീനം വലിയ തോതിൽ ഉള്ളതുകൊണ്ട് തന്നെ സവാക്കിൻ്റെ പൂർണ്ണമായുള്ളൊരു അടിച്ചമർത്തൽ അവർ അത്രത്തോളം നേരിട്ടിട്ടില്ല. മതപണ്ഡിതർ വൈറ്റ് റവല്യൂഷൻ്റെ ഭാഗമായുള്ള മതേതര കാഴ്ചപ്പാടിനെ എതിർത്തതുപോലെ തന്നെ അഴിമതിയെയും പാശ്ചാത്യ ബന്ധങ്ങളെയും ഏകാധിപത്യ ഭരണത്തെയുമൊക്കെ എതിർക്കുകയുണ്ടായി. ഷാക്കെതിരെ നിലപാടെടുത്ത ഏറ്റവും നിർണായകമായ മതപണ്ഡിതനായിരുന്നു ആയത്തുള്ള റുഹുള്ള ഖൊമൈനി എന്നത്. 1960കളിൽ തന്നെ ഷാക്കെതിരെ നിലകൊണ്ടിരുന്ന ആയത്തുള്ള ഖൊമൈനി രാജ്യം വിട്ട് ഇറാഖിൽ ജീവിക്കേണ്ടിയും വന്നിരുന്നു. 1978 കാലത്തോടെ ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും സാമ്പത്തികമായ തകർച്ച കൊണ്ടുമൊക്കെ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ആരംഭിച്ചു. അതിനെ അടിച്ചമർത്താൻ പോലീസ് നോക്കുകയും പലരും കൊല്ലപ്പെടുകയുമുണ്ടായി. ഇവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ വൻ ജനാവലിയാണ് ഒഴുകിയെത്തുകയുണ്ടായത്. ഇത്തരത്തിൽ കൂടി സംഘടിച്ച വലിയ ജനത ഷാക്കെതിരെ വലിയ തോതിൽ പ്രക്ഷോഭ സ്വരങ്ങൾ ഉയർത്തി. ഇറാൻ ഭരണകൂടത്തെയും അമേരിക്കയെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇതൊക്കെ. ഷായുടെ ഭരണസ്ഥിരത നിലവിലുണ്ടെന്നും അതിനെ തകിടം മറിക്കാൻ മാത്രം ശേഷിയുള്ള രീതിയിൽ പ്രതിഷേധം മാറില്ല എന്നതുമൊക്കെയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന നിഗമനങ്ങൾ. എന്നാൽ 1978 ഓഗസ്റ്റോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പ്രക്ഷുബ്ധമായ സമരപരിപാടികൾ നഗരങ്ങളിലെങ്ങും വ്യാപിച്ചു. തീവ്രമതവാദികൾ പാശ്ചാത്യ മേഖലകളുമായി ബന്ധം വരുന്ന കച്ചവട മേഖലകളടക്കം സകലതും ആക്രമിച്ച് തകർക്കുകയുണ്ടായി. സിനിമാ തിയേറ്റർ തീയിടുന്ന അവസ്ഥയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. അതിലൂടെ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ അടിച്ചമർത്തുന്നതിനും കൂടുതൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുന്നതിനും കാരണമായി മാറി. റസാ ഷാ അടിച്ചമർത്തലിൻ്റെ തോതൊക്കെ കുറച്ച് ചർച്ചയ്ക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വരികയുണ്ടായി. പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടും ഭരണമേഖലയിൽ മാറ്റങ്ങൾ വരുത്തിയും പ്രധാനമന്ത്രിയെ തന്നെ മാറ്റിയും ചില പരിഷ്കാരങ്ങളൊക്കെ പഹ്ലവി കൊണ്ടുവരികയുണ്ടായി. എന്നാൽ ഇവയൊന്നും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകയുണ്ടായില്ല. തടവിലുണ്ടായിരുന്ന രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചതിനെ തുടർന്ന് അവരും വീണ്ടും പ്രതിപക്ഷ പാർട്ടികളിലേക്ക് തിരിച്ചെത്തുകയും പ്രക്ഷോഭങ്ങളൊക്കെ ശക്തിപ്പെടുകയുമുണ്ടായി. ഏതായാലും സെപ്റ്റംബർ 7 ഷാ രാജ്യത്ത് പട്ടാള നിയമം തന്നെ പ്രഖ്യാപിച്ചു. അതിലൂടെ കൂടിച്ചേരലും പ്രതിഷേധങ്ങളുമൊക്കെ നിരോധിക്കപ്പെട്ടു. പട്ടാള നിയമം പ്രഖ്യാപിച്ചിട്ടും ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയുണ്ടായി. ഇവിടെ 70ഓളം പേർ മരിക്കുകയും നൂറുകണക്കിന് മനുഷ്യർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് കണക്ക്. യഥാർത്ഥ സംഖ്യ ആയിരക്കണക്കിനാണെന്നാണ് പൊതുവിൽ പറയുന്നത്. ഈ ഒരു സംഭവം ബ്ലാക്ക് ഫ്രൈഡേ എന്ന പേരിൽ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അതോടെ സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ സൈന്യത്തിൽ പോലും സ്പ്ലിറ്റ് രൂപപ്പെടുന്നതിനും പട്ടാള നിയമം കർക്കശമായി പലയിടത്തും നടപ്പാക്കാത്ത അവസ്ഥയുമൊക്കെ വന്നെത്തി. മതമേഖലകളോട് അടുത്തു നിന്നിരുന്ന സൈനിക മേഖലയിലും ഈ ഒരു സ്പ്ലിറ്റ് വലിയ തോതിൽ രൂപപ്പെടുകയുണ്ടായി. 1978 അവസാനത്തോടെ മതപരമായ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയുണ്ടായി. പാശ്ചാത്യ ബന്ധങ്ങൾ ഇസ്ലാമിനെ തകർക്കുന്നു എന്ന നിലയിൽ കൂടി പ്രതിഷേധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ ഓർക്കേണ്ടത് ഇറാനിൽ മതപണ്ഡിതന്മാരുടെ നായകത്വത്തിന് കീഴിൽ മാത്രമല്ല പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് എന്നതാണ്. റസാ ഷാ ഏകാധിപത്യ നിലയിൽ ഭരണം ആരംഭിച്ചപ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ, സെക്യുലർ ബുദ്ധിജീവികൾ, ഇടതുപക്ഷ മേഖലകൾ ഇവയെല്ലാം തന്നെ
പ്രക്ഷോഭത്തിൻ്റെ വഴികളിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് വിലക്കുണ്ടായിരുന്നെങ്കിൽ പോലും പ്രക്ഷോഭകാലത്ത് ഒട്ടനവധി ജനം ഈ പാർട്ടികളിലേക്കൊക്കെ ഒഴുകിയെത്തി എന്നതും ചരിത്രം. പതിയെ പതിയെ പ്രതിപക്ഷ മേഖലകൾക്കും പിന്തുണ ലഭിച്ചു തുടങ്ങി. കൂടുതൽ സങ്കീർണമാവാതെ ഇരിക്കാൻ ഷാ അടിച്ചമർത്തൽ നയം മരവിപ്പിച്ചതോടെയായിരുന്നു ഇത് സംഭവിക്കുന്നത്. അഴിമതിക്കെതിരായ നായകൻ എന്ന നിലയിൽ വീണ്ടും സ്വയം അവരോധിക്കാൻ ശ്രമിച്ച ഷാ ഒട്ടനവധി ഭരണപരിഷ്കാരങ്ങളും പുതിയ മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും ഒക്കെ നിയമിച്ചും പുതിയൊരു ഇമേജ് തന്നെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മറ്റൊരർത്ഥത്തിൽ താൻ ഏവരെയും അടിച്ചമർത്തുന്ന ഒരാളല്ലെന്നും ജനത കേൾക്കുന്ന ഒരാളെന്നും വരുത്താൻ ഷാ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 1978 അവസാനിച്ചിട്ടും പ്രക്ഷോഭങ്ങളെ ഇല്ലാതാക്കാൻ ഷായ്ക്ക് തീരെ സാധിച്ചില്ല. അതോടെ പുതിയൊരു സിവിലിയൻ ഗവൺമെൻറ് തന്നെ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഷാ ഷപൂർ ബക്തിയാറിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഈ സമയം റസാ ഷായുടെ ശക്തി വലിയ തോതിൽ തന്നെ ക്ഷയിച്ചിരുന്നു. മോഡറേറ്റ് ലിബറൽ ആയിരുന്ന ബക്തിയാർ ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ ഭരണം വന്നാൽ മതപരമായ അടിച്ചമർത്തൽ ഉണ്ടാവുമെന്നും അത് ഇറാനെ തകർക്കുമെന്നും തോന്നിയ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ റസാ ഷായുടെ പ്രധാനമന്ത്രി പദം പ്രതിപക്ഷത്തുണ്ടായിരുന്ന അദ്ദേഹം സ്വീകരിക്കുകയും ചില മാറ്റങ്ങളൊക്കെ ഇറാനിൽ കൊണ്ടുവരികയുമുണ്ടായി. രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചും രഹസ്യ പോലീസിനെ പിരിച്ചുവിട്ടും പട്ടാള നിയമം ലഘൂകരിച്ചും മാധ്യമങ്ങൾക്ക് നേരെയുള്ള വിലക്കൊക്കെ ഇല്ലാതാക്കിയും പ്രശ്നങ്ങളെ തണുപ്പിക്കാൻ ശ്രമിച്ചു. 3 മാസത്തെ സമയം തരണമെന്നും തെരഞ്ഞെടുപ്പ് നടത്താമെന്നും ബക്തിയാർ പറഞ്ഞെങ്കിലും ഖൊമേനി അതിനെയൊക്കെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഖൊമേനിക്ക് രാജ്യത്തേക്ക് തിരികെ വരാനുള്ള അനുവാദവും ഇദ്ദേഹമാണ് നൽകുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും ഖൊമേനി പക്ഷത്തേക്ക് മാറുകയും ഇദ്ദേഹത്തിനും രാജ്യം വിടേണ്ട അവസ്ഥയുമാണ് വന്നെത്തിയത്. അവിടേക്ക് ഏതായാലും വരാം. ഇറാൻ്റെ വിപ്ലവത്തിൽ നിർണായക മുഖമാവുന്നത് ആയത്തുള്ള ഖൊമേനിയാണെന്ന് പറഞ്ഞല്ലോ. 1963 വൈറ്റ് റവല്യൂഷൻ കാലത്ത് തന്നെ വലിയ തോതിൽ ഖൊമേനി പ്രതിഷേധമൊക്കെ ഉയർത്തുകയുണ്ടായി. ഷാ ഇറാനിലെ ഇസ്ലാമിനെ തകർക്കുമെന്ന നിലയിലാണ് ഖൊമേനി പ്രതികരിച്ചത്. ആ കാലത്ത് ഖൊമേനി അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇറാഖിലേക്ക് നാട് കടത്തപ്പെടുകയുമാണ് ഉണ്ടായത്. ഇസ്ലാമിക് റവല്യൂഷൻ വരെയും അദ്ദേഹം ഇറാന് പുറത്ത് തന്നെയായിരുന്നു നിലകൊണ്ടത്. ആ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ശബ്ദങ്ങളുമൊക്കെ ഇറാനിൽ എത്തുകയും അത് ജനങ്ങളിലേക്ക് പടരുകയും ചെയ്തു. ഖൊമേനി രാജ്യത്തില്ലാത്തപ്പോഴും ഇറാനിൽ പ്രതിപക്ഷ സ്വരമായി അദ്ദേഹം എന്നും നിലനിന്നിരുന്നു എന്നും പറയാം. വിപ്ലവ സമയത്ത് വലിയ ശതമാനം ജനങ്ങളും അദ്ദേഹത്തിന് കീഴിലാണ് അണിനിരക്കുകയുണ്ടായത്. ഷായെ എതിർക്കുന്ന സെക്യുലർ, ലിബറൽ, ലെഫ്റ്റിസ്റ്റ് ചിന്താ ഗ്രൂപ്പുകളിലുള്ളവരും ഖൊമേനിക്ക് പിന്നിൽ അണിനിരന്നു. ഖൊമേനി അങ്ങനെയൊന്നുമുള്ള ഒരാളല്ല എങ്കിലും വിപ്ലവത്തിനൊക്കെ ശേഷം രാജ്യത്തിൻ്റെ ഭരണം മതേതരമായി തന്നെ തുടരുമെന്ന് അവർ ഓർത്തു. റസാ ഷായുടെ നില പരുങ്ങലിലാവുന്നത് അമേരിക്കയും ശ്രദ്ധിച്ചിരുന്നു. ഖൊമേനി വിഭാഗവുമായും ഷായുടെ മേഖലകളുമായും അമേരിക്ക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഖൊമേനി ഒരു ജനാധിപത്യ ഇറാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത് എന്ന ആശയങ്ങൾ അമേരിക്കയെ നേതൃമാറ്റത്തിനും കുഴപ്പമില്ല എന്ന ചിന്തയിലേക്കും കൊണ്ടുവന്നു. അപ്പുറത്ത് അമേരിക്ക തനിക്കൊപ്പമില്ല എന്ന തോന്നൽ റസാ ഷായിൽ വർദ്ധിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഷാ ഷപൂർ ബക്തിയാറിനെ നേതൃത്വമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു സിവിലിയൻ ഗവൺമെൻറ്റിനെ സൃഷ്ടിച്ചതും അതിലൂടെ ഖൊമേനിയെ തടയുക, തെരഞ്ഞെടുപ്പ് നടത്തുക, വിപ്ലവത്തെ രമ്യമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യങ്ങളൊക്കെ സൃഷ്ടിച്ചത്. ഷാ രാജ്യത്ത് നിലനിൽക്കുന്നത് ഗവൺമെൻറ്റുമായി പ്രതിഷേധക്കാർ രമ്യതയിൽ എത്തുന്നതിന് തടസ്സമാവുന്നു എന്ന നിലയും വന്നു. മറ്റൊരർത്ഥത്തിൽ ഏത് ചർച്ചയ്ക്കും ആദ്യം റസാ ഷാ രാജ്യം വിടണമെന്നും ഖൊമേനി രാജ്യത്ത് തിരിച്ചെത്തണമെന്ന നിലയിൽ പ്രതിഷേധങ്ങൾ ഇരമ്പി. ഇറാൻ സൈന്യം പോലും ആ ഒരു നിലപാടിലായിരുന്നു. ഏതായാലും 1979 ജനുവരി 16 റസാ ഷാ തൻ്റെ ഇറാനിൽ നിന്നും രാജ്യം വിട്ടു. അദ്ദേഹം ആ സമയം അസുഖ ബാധിതരുമായിരുന്നു. ഷാ പോയതോടെ പ്രക്ഷോഭങ്ങളുടെ ശക്തി വർദ്ധിക്കുകയും ഫെബ്രുവരി 1 ഖൊമേനി ടെഹ്റാനിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ലക്ഷക്കണക്കിന് മനുഷ്യർ ഖൊമേനിയെ കാത്ത് വഴികളിൽ നിറയുകയുണ്ടായി. നിലവിലെ ഗവൺമെൻറ്റിനെയോ ബക്തിയാറിനെയോ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഖൊമേനി തൻ്റേതായ ഒരു പ്രൊവിഷണൽ റവല്യൂഷണറി ഗവൺമെൻറ്റിനെ കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. നിലവിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന മെഹദി ബസർഖാനെ പ്രധാനമന്ത്രിയായും പ്രഖ്യാപിച്ചു. ഇറാൻ ജനതയോട് ഈയൊരു മാറ്റത്തെ ഓരോ മനുഷ്യരും അംഗീകരിക്കേണ്ടത് മതപരമായ കർത്തവ്യമാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അതോടെ ബക്തിയാർ ഗവൺമെൻറ് ഖൊമേനിക്കെതിരെയും നിലപാടെടുത്തു. അപ്രകാരം 2 ഗവൺമെൻറ്റുകൾ എന്ന നില ഇറാനിൽ ഉരുത്തിരിഞ്ഞു. പലയിടത്തും ഇരു ഗ്രൂപ്പുകളും ഏറ്റുമുട്ടുന്ന അവസ്ഥയുമുണ്ടായി. ഫെബ്രുവരി 11 സൈന്യം ഇരു ഗവൺമെൻറ്റിനും പിന്തുണയ്ക്കാത്ത ഒരു നിലയിലേക്ക് മാറിമറിഞ്ഞു. മറ്റൊരർത്ഥത്തിൽ ഖൊമേനിയുടെ വിജയം കൂടുതൽ ശക്തി ആർജിച്ചു.
ബക്തിയാർ ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ പേർ ഖൊമൈനി പക്ഷത്തേക്ക് വരികയും ചെയ്തു. അതോടെ റസാ ഷായുടെ കൂടെ ഭരണകൂടത്തിനും അവസാനമുണ്ടാവുകയാണ്. പ്രധാനമന്ത്രിയായ ബക്തിയാർ രാജിവെച്ച് രാജ്യം വിടേണ്ട അവസ്ഥയും വന്നെത്തി. ഏതായാലും റസാ ഷായുടെ ഭരണകാലം അവസാനിക്കുകയും ഖൊമൈനി രാജ്യത്തിൻ്റെ നാഥനാവുകയും ചെയ്തു. ഏതായാലും വിപ്ലവത്തിന് ശേഷവും ഇറാൻ ശാന്തമൊന്നുമായിരുന്നില്ല. സൈന്യത്തിൻ്റെ പിന്മാറലിനെ തുടർന്ന് പലയിടത്തും ചിതറിയ ആയുധങ്ങൾ ഒട്ടനവധി മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്കും തുടക്കം നൽകി. ഖൊമൈനിയെ പിന്തുണക്കുന്നവരും അല്ലാത്തവരും എന്ന രീതിയിൽ പോരാട്ടങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരുന്നു. ആയത്തുള്ള ഖൊമൈനി പ്രധാനമന്ത്രിയായി നിയോഗിച്ച മെഹ്ദി ബസർഖാൻ എന്നത് മതനേതാക്കന്മാരുമായി പലപ്പോഴും പോരടിച്ചിട്ടുള്ള ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള ലിബറലായ നേതാവ് തന്നെയായിരുന്നു. ഖൊമൈനിയുമായി പോലും അത് കാണാം. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നതിന് പകരം ഇസ്ലാമിക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന പേരിനെയാണ് ബസർഖാൻ പിന്തുണച്ചത്. അതുപോലെ അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന നിലപാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. റസാ ഷായ്ക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് അനുവാദം ലഭിച്ചപ്പോൾ അതിനെ എതിർത്ത ഖൊമൈനി വിഭാഗം US എംബസി തന്നെ ആക്രമിക്കുകയും 52 പേരെ ബന്ദികളായി പിടികൂടുകയും ഉണ്ടായി. ബന്ദികളെ വിട്ടുനൽകാനുള്ള ചർച്ചകൾക്ക് ഖൊമൈനി വലിയ പ്രാധാന്യവും നൽകിയില്ല. അതോടെ പ്രധാനമന്ത്രിയായ ബസർഖാൻ രാജിവെക്കുകയുണ്ടായി. അമേരിക്കയിലും അത് വലിയൊരു പ്രശ്നമായി മാറി. അതോടെ സൈനിക നീക്കത്തിലൂടെ ബന്ദികളെ രക്ഷിക്കാനായി 1980 ഏപ്രിലിൽ ഓപ്പറേഷൻ ഈഗിൾ ക്ലോയ്ക്ക് ഉത്തരവുകൾ ഉണ്ടായി. ജിമ്മി കാർട്ടർ നൽകിയ ഉത്തരവനുസരിച്ച് ഗ്രേറ്റ് സാൾട്ട് ഡെസേർട്ട് ലക്ഷ്യമാക്കി 8 ഹെലികോപ്റ്ററുകൾ പറന്നു. എന്നാൽ 3 എണ്ണത്തിൽ തകരാറുകൾ കണ്ടെത്തിയതോടെ ഈ ദൗത്യം ഒഴിവാക്കുന്ന അവസ്ഥയും വന്നെത്തി. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം കാർട്ടർ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. ഏതായാലും 1980 നവംബറിലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇത് നിർണായകമായി. ജിമ്മി കാർട്ടർ പരാജയപ്പെടുന്നതിനും റൊണാൾഡ് റീഗൻ അധികാരത്തിലെത്തുന്നതിനും കാരണമായി മാറിയത്. റൊണാൾഡ് റീഗൻ്റെ വിജയത്തിന് ശേഷമാണ് ഇറാൻ ബന്ദികളെ വിട്ടു നൽകിയത് എന്നത് മറ്റൊരു ചരിത്രം. ഏതായാലും ഇറാനിൽ ഉണ്ടായ വിപ്ലവത്തിൻ്റെ തുടർച്ച എന്നോണം 1982 വരെയൊക്കെ ആഭ്യന്തരമായ പല പ്രശ്നങ്ങളും തുടരുന്ന അവസ്ഥയുണ്ടായി. അടിച്ചമർത്തലുകളും പോരാട്ടങ്ങളുമൊക്കെ സ്ഥിരമായി നടന്നു. ഇതിനിടയിൽ ഇറാൻ ഇറാഖ് യുദ്ധവുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഏതായാലും ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ പോലും ഇറാൻ ഒരു നിർണായക ശക്തിയാവാൻ ഇതിനുശേഷം ആരംഭിക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇറാൻ പിന്തുണയ്ക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതിനും തുടക്കം കുറിച്ചു. അമേരിക്കയ്ക്ക് ഇറാൻ എന്ന ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ഖൊമൈനിയുടെ ഇറാൻ അമേരിക്കയെ മുഖ്യ ശത്രുവായും കാണുകയുണ്ടായി. ആ ഒരു നയം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു.